ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഫുള്ളായിട്ടൊരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ പെരുന്നാളിൻ്റെ മുന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ റമദാൻ ലാസ്റ്റിക്ക് എടുത്തിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയി മടിയും ഒക്കെ ആയിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ വൈകിപ്പോയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്താഴം തൊട്ട് നമ്മൾ നോമ്പ് തുറക്കുന്നത് വരെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്ന് അത്താഴത്തിന് ഉണ്ടാക്കിയിട്ടുള്ളത്. ദോശയും പിന്നെ രാത്രിക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കറി ഉണ്ടല്ലോ, ചെമ്മീൻ കറി ഉണ്ടായിരുന്നു. നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് ചെമ്മീൻ കറി തന്നെയാണ് ദോശയ്ക്കും നമ്മൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ അതുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള പഴം, ഞാലിപ്പൂവൻ പഴം ഉണ്ടല്ലോ, അതെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് അവലുവെള്ളം ഉണ്ടാക്കും കേട്ടോ. നമ്മൾ പിന്നെ ഈ ദോശ ഇതൊന്നും തിന്നാലൊന്നും പോകില്ല. ഞാനൊക്കെ എങ്ങനെയെങ്കിലായിട്ട് ഒരു ദോശ കണ്ട് കഴിക്കും. പിന്നെ മോളുണ്ട്, മോൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, അവൾ ഒന്ന് രണ്ട് ദോശയൊക്കെ കഴിക്കും. എന്നാലും നമ്മൾ ആകെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ അവലുവെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അതൊരു ഗ്ലാസ് എല്ലാവരും കുടിക്കും കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാ ഞങ്ങൾ അത്താഴമൊക്കെ ഒന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ ഈ ഒരു പഴം ഉണ്ടല്ലോ, ഞാലിപ്പൂവൻ പഴം നല്ല ടേസ്റ്റാണല്ലോ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു പഴത്തിൽ ഞാൻ ആകെ കഴിക്കുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ അത് ഒരെണ്ണം പിന്നെ അതും കഴിച്ചു കിട്ടാം. നല്ല ടേസ്റ്റാണല്ലോ അത്. അപ്പം നമ്മൾ അത്താഴത്തിന് ചോറ് കഴിക്കൽ കുറവുണ്ട്. അപ്പോൾ നോമ്പ് വന്നതിന് ശേഷം ആകെ 2 പ്രാവശ്യത്തെ ചോറ് വെച്ചിട്ടുള്ളൂ. പിന്നെ എന്നും പത്തിരി ആണെങ്കിൽ അത്, അല്ലെങ്കിൽ പിന്നെ ദോശ അങ്ങനെയൊക്കെയാണ് കേട്ടോ കഴിക്കുക. അല്ലെങ്കിൽ പിന്നെ പഴം പുഴുങ്ങിയത്, പിന്നെ അവലുവെള്ളം, ഇതാണ് നമ്മൾ അത്താഴത്തിന് കഴിക്കൽ കേട്ടോ. അല്ലാതെ ചോറൊന്നും തിന്നാൽ പോവില്ല. അപ്പോൾ നമ്മളൊരു 4:15 ആ ഒരു ടൈമിലാണ് നമ്മൾ എണീക്കലും. അപ്പോൾ ഏതായാലും 5 മണിയൊക്കെ ആയപ്പോഴത്തെ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കഴിച്ച പാത്രങ്ങളൊക്കെയാണ് സിങ്കിലിട്ട് അവിടെ ഒക്കെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം പിന്നെ നിസ്കരിക്കാൻ പോകുന്നതാണ് കേട്ടോ. അങ്ങനെ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഓതലൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ നേരം കിടന്നുറങ്ങലില്ല. നമുക്ക് നേരം വെളുത്താൽ പിന്നെ ക്ലാസ്സിന് പോകാനുള്ളല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത്താഴത്തിന് എണീറ്റാൽ പിന്നെ കിടന്നുറങ്ങലില്ല. അങ്ങനെ പിന്നെ ഓതലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ്. അതിന് ശേഷം നമ്മൾ സിങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് ആദ്യം തന്നെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മൾ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മൾ റമദാനും പെരുന്നാളും ഒക്കെ കഴിഞ്ഞ് പെരുന്നാൾക്കത്തെ വീഡിയോസൊന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊന്നും പെരുന്നാളിൻ്റെത് എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ പെരുന്നാളും നോമ്പും ഒക്കെ കഴിഞ്ഞതുകൊണ്ട് എല്ലാവർക്കും വീഡിയോ കാണാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവും തോന്നണില്ല. എന്നാലും മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ പാത്രം കൈകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെയാണ് ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് തുടച്ചെടുക്കുകയാണ്. അതുപോലെ റാക്കും കാര്യങ്ങളൊന്നും ശരിക്കും തുടച്ചിട്ടില്ലായിരുന്നു കേട്ടോ, ഒന്ന് ജസ്റ്റ് തുടച്ച് വെച്ചതായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഡീപ്പായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ അപ്പോഴേക്കും നേരമൊക്കെ വെളുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള തലേന്ന് രാത്രി കഴുകി വെച്ച കുറച്ച് പാത്രങ്ങൾ റാക്കുമ്മൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വെള്ളമൊക്കെ ഒന്ന് വാരാനും വേണ്ടിയിട്ടും. പിന്നെ ജാറും കാര്യങ്ങളും നമ്മൾ ജ്യൂസ് അടിച്ചിട്ടുള്ള പാത്രങ്ങൾ അങ്ങനത്തെ ഒക്കെ റാക്കുമ്മലാണ് കേട്ടോ കമഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പിന്നെ നേരം വെളുത്താൽ അതേപോലെ ഉണങ്ങിയത് അതാത് സ്ഥാനത്ത് കണ്ട് എടുത്ത് വെക്കലാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ ഇവിടെ കൊന്നാണ്ട് നല്ലോണം ഒന്ന് തുടച്ചെടുക്കട്ടെ. ഇനിയിപ്പോൾ അടിച്ചു വാരി എടുക്കണം. നമുക്കൊരു 8:30 ആകുമ്പോഴേക്കും ക്ലാസ്സിന് പോകാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മളെല്ലാ പണികളും തീർക്കണം. അകൊന്ന് അടിച്ചു വാരി തുടക്കണം. മുറ്റം അടിച്ചു വാരണില്ല കേട്ടോ, മുറ്റത്ത് ഇപ്പം ഇന്ന് വലിയ കച്ചറും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഏതായാലും കുറേ നേരം തിരഞ്ഞിട്ടോ ചൂല ഇടുകയെന്ന് വിചാരിച്ചു കണ്ട്. അപ്പോൾ തലേന്ന് കഴുകി വെച്ചതായിരുന്നു കേട്ടോ ചൂല്, പക്ഷേ എടുക്കാൻ മറന്നതാണ്. അപ്പോൾ അതിൻ്റെ ഓർമ്മയില്ല, കുറേ ഒന്ന് തിരഞ്ഞ് പിന്നെയാണ് ഓർമ്മ വന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം കഴുകി വെച്ചിട്ട് പിന്നെ അവിടെ നിന്ന് എടുത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇനി ഏതായാലും അകൊക്കെ ഒന്നാണ്ട് അടിച്ചു വാരി എടുത്താട്ട് പിന്നെ ഇതൊക്കെ നമ്മളെ കർട്ടനും കാര്യങ്ങളൊക്കെ ഒന്നാണ്ട് പൊക്കി കൊടുക്കണം.
പിന്നെ അതാ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിസ്കാരക്കുപ്പായും അതുപോലെ കുറേ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മക്കൾ അഴിച്ചിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്നാണ്ട് ഒതുക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ മക്കൾക്ക് എണീറ്റിട്ടുള്ള ഓരോരുത്തർ ഇനിയിപ്പോൾ മദ്രസ ഉണ്ട്, ഇസ്ഫോത്ത് ഉണ്ടല്ലോ, അപ്പോൾ അതിന് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതാ തുടക്കണ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു മിനിറ്റ് വേസ്റ്റ് ആക്കണില്ല, പടപടപടാച്ചിട്ട് ഓരോ പണികൾ അങ്ങനെയാണ് തീർക്കുകയാണ്. മക്കളെ കാര്യങ്ങൾ മാറ്റലും കാര്യങ്ങളും കുളിക്കലും ഒക്കെ അവർ തന്നെയാണ് ചെയ്യുന്നുണ്ട്. ഇതാ ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അവരെ കാര്യങ്ങളൊന്നും റെഡിയാക്കേണ്ട ആവശ്യമില്ല. പിന്നെ നോമ്പുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ മോനിക്ക് നോമ്പില്ല, അവനക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം പറയാൻ മറന്ന്, നമുക്ക് ഇനിയിപ്പോൾ 2 ദിവസത്തെ ക്ലാസ്സും കൂടി ഉള്ളൂ കേട്ടോ. നമ്മളെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനിപ്പോൾ 1 മാസമൊക്കെ പിടിക്കും നമ്മളെ സ്റ്റഡിൻ്റെ എക്സാമൊക്കെ വരാൻ. അപ്പോൾ നമ്മളെ ക്ലാസ് ഇന്നത്തിൽ തീരും കേട്ടോ. 1 ദിവസത്തെ ക്ലാസ്സും കൂടെ ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ 4 മാസത്തെ കോഴ്സായിരുന്നല്ലോ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് 4 മാസത്തെ കോഴ്സായിരുന്നു. എത്ര പെട്ടെന്നാണ് തീർന്നതെന്ന് അറിയാം. ഭയങ്കര ഫീലിംഗ് കേട്ടോ കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഏതായാലും മക്കളൊക്കെ കണ്ട് മദ്രസക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ സിറ്റ് ഔട്ടൊക്കെ ഒന്നാണ്ട് തുടച്ചെടുത്തിട്ടുണ്ട്. അടുക്കളയും ഒക്കെ ആ ഒരു പണിയും കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെയാണ് വാഷിംഗ് മെഷീനിൽ ഇടാനുള്ളതൊന്ന് വാഷിംഗ് മെഷീനിൽ ഇടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ അല്ല കുറേ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തലേന്ന് വാഷിംഗ് മെഷീനിലാണ്ട് ഇടും. എന്നാൽ പിന്നെ നേരെ വെളുത്തതിൻ്റെ ശേഷം കൊണ്ട് തോരയിടും. ഇതിപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് തോരയിടാനൊന്നും നേരം ഉണ്ടാവില്ല കേട്ടോ. ഞാനത് വാഷിംഗ് മെഷീനിൽ ഇട്ടാണ്ട് പോയാൽ അത് അവിടെ കിടന്ന് റെഡി ആയിക്കോളും. പിന്നെ ഇനി മോള് മദ്രസ ഇട്ട് വന്നിട്ട് അവളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒക്കെ തോരയിടാൻ വേണ്ടിയിട്ട്. ആ പണിയൊക്കെ ചെയ്യും കേട്ടോ. അപ്പം ഇനി അത് അവൾ തോരട്ടോളും. പിന്നെ അതൊക്കെയാണ് അയലുമേൽ എടുക്കാനുള്ളതൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പം അതും തന്നെ പെട്ടെന്നാണ്ട് മടക്കി വെക്കുകയാണ്. ഈ മടക്കി വെക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള സംഭവമാണ്. എന്നാലും ഒരു 2 മിനിറ്റിൻ്റെ ആവശ്യമുള്ളത് മടക്കി വെക്കാൻ. പക്ഷെ വലിയ എന്തോ സംഭവമുള്ള പോലെ ഉണ്ട് എനിക്ക് ഫീൽ ചെയ്യാം. അത് മടക്കി വെക്കുന്നത് വലിയ മല മറിക്കണ പണി പോലെയാണ്. പക്ഷെ സംഭവം ആകെ 2-3 മിനിറ്റിൻ്റെ പണിയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് അതാത് സ്ഥാനത്ത് കണ്ട് എടുത്ത് വെക്കുകയാണ്. ഇനിയിപ്പോൾ അതിൽ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉണങ്ങാത്ത ഡ്രസ്സുകളാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കുകയാണ്. അപ്പം നമുക്ക് ആഴ്ചയിൽ 3 ദിവസത്തെ ക്ലാസ്സാണുള്ളത്. അപ്പോൾ പിന്നെ 1.5 ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ യൂണിഫോം തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് പിന്നെ അങ്ങനെ തിരുമ്പി ഇട്ടതായിരുന്നു. അപ്പോൾ പിന്നെ അത് അതിലുമെന്ന് എടുത്തിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ തലേന്ന് തന്നെ അയൺ ചെയ്തെടുക്കണ പരിപാടിയൊന്നും നടക്കില്ല. നമ്മൾ രാവിലെ ഈ ഒരു തിരക്ക് കൂടി അയൺ ചെയ്തെടുക്കുന്ന പരിപാടിയേ നടക്കുള്ളൂ. അപ്പോൾ ഏതായാലും അയൺ ചെയ്യലൊക്കെ കണ്ട് കഴിഞ്ഞ് നമ്മൾ കുളി മാറ്റലും ഒക്കെ കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്ലാസ്സിന് പോകാൻ നിൽക്കട്ടെ. പിന്നെ വീഡിയോസൊന്നും എടുക്കണ ഒരു ഇതിലിട്ട് ആകെ ഒരു നെട്ടോട്ടാണ് ഈ ഒരു നേരം. ആ ഇറങ്ങാൻ നിൽക്കുന്ന നേരത്തെ ഒരു പരക്കം പാച്ചിലാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഏതായാലും പിന്നെയുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും അങ്ങനെ എടുക്കാനും വേണ്ടി നിന്നിട്ടില്ല. പിന്നെ അധികം നമുക്ക് പിന്നെ സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല കേട്ടോ. ഞാൻ ആ ഒരു ടൈം കണക്കാക്കി ഒരു 2 മിനിറ്റൊക്കെ അവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ. അപ്പോൾ തന്നെ ബസ്സൊക്കെ കിട്ടും. പിന്നെ ചെമ്മാട് എത്തിയാലും നമുക്ക് മലപ്പുറത്തേക്കുള്ള ബസ് എപ്പോഴും ഉണ്ട് കേട്ടോ. 5 മിനിറ്റ് കൂടുമ്പോൾ ഉണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ സ്റ്റാൻഡിൽ വന്നത് ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. അപ്പോഴേക്കും ബസ്സൊക്കെ വന്ന് ക്ലാസ്സിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ക്ലാസ് പിന്നെ റമദാനായതുകൊണ്ട് 10 മണി തൊട്ട് 2 മണി വരെയാണ് കേട്ടോ ക്ലാസ് ഉള്ളത്. പിന്നെ നമുക്ക് ലഞ്ച് ബ്രേക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സാധാരണ നമ്മളെ ക്ലാസ് 3 മണി വരെയാണ്. റമദാനായതുകൊണ്ട് ഇപ്പോൾ 2 മണി വരെയാണ് കേട്ടോ ക്ലാസ്. അപ്പോൾ ഏതായാലും നമ്മളെ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചാപ്റ്ററും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് പിന്നെ കഴിഞ്ഞൊക്കെ കേട്ടോ. ചാപ്റ്റേഴ്സ് എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അല്ലാത്ത കുറച്ച് CV റെഡിയാക്കലും അങ്ങനത്തെ ഒക്കെ പരിപാടികളൊക്കെ ആയിരുന്നു. പിന്നെ ഇതൊക്കെയാണ് വീഡിയോസൊന്നും ക്ലാസ്സിൽ നിന്ന് അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. 2 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയാലൊരു 3:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഒരു 3:30 ആകുമ്പോൾ വീട്ടിലെത്തി ഒന്ന് ഫ്രഷായി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് അസ്റാൻ കൊടുക്കും കേട്ടോ. അസ്റാൻ കൊടുത്ത് പിന്നെ അസറൊക്കെ നിസ്കരിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം
പിന്നെ അതാ നമ്മൾ അടുക്കളയ്ക്ക് കയറുകയാണ് കേട്ടോ. എന്തായാലും റെസ്റ്റ് എടുക്കൽ കഴിയുമ്പോൾ എന്തായാലും 4:30 ഒക്കെ ആവും. ഞാൻ അധികം ഒരു 5 മണീൻ്റെ ഉള്ളിലാണ് കേട്ടോ അടുക്കളയ്ക്ക് കയറുള്ളൂ. ഇനിയിപ്പോൾ ക്ലാസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 5 മണിക്കാണ് കേട്ടോ കയറുക. നിങ്ങൾക്ക് എന്താണെന്നാവോ ആ ഒരു നേരത്ത് ഭയങ്കര ക്ഷീണം ഇക്കാരം, പണിയെടുക്കാനൊക്കെ പിന്നെ ഭയങ്കര ഒരു കുഴക്കും കാര്യങ്ങളൊക്കെ ഇക്കാരം. ഞാൻ അധികം പത്തിരി അങ്ങനത്തെ ഐറ്റംസൊക്കെ പിന്നെ നോമ്പ് തുറന്നതിൻ്റെ ശേഷം കേട്ടോ ചില ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാം. നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിലുള്ള പൊരി, ജ്യൂസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ അതിന് മുന്നേ തന്നെ ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കും. കറിയും റെഡിയാക്കി വെക്കും കേട്ടോ. പിന്നെ പത്തിരി ചൂടാനുള്ള പരിപാടിയാണ് പിന്നെ മഗ്‌രിബിൻ്റെ ശേഷം റെഡിയാക്കുക. പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആ ഒരു നേരത്താണ് കേട്ടോ പിന്നെ ചില ദിവസങ്ങളിൽ ചെയ്യാം. അപ്പോൾ ഇതാ ഇന്ന് ഞാൻ ചിക്കൻ കറിയും പത്തിരി ആക്കാമെന്നൊക്കെ ഇനി പ്ലാനിങ് ഇട്ട് അതിനുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് പത്തിരിയും കറിയൊക്കെ ആയി കിട്ടാൻ നേരം വൈകും പിന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ എന്ത് പണി ചെയ്ത് പ്ലാനിങ് മാറ്റിയിട്ടാം. പെട്ടെന്നൊരു തട്ടിക്കൂട്ട് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ നമുക്ക് പരിപാടിക്കാണ്ട് തീരുമല്ലോ. അപ്പോൾ ഞാൻ പിന്നെ വേഗം അതിനുള്ള 2-3 ഉള്ളിയൊക്കെയാണ് തൊലിച്ചെടുത്തിട്ട് ഇതാ കുക്കറിൽ സ്പെഷ്യലായിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഉള്ളിയും തക്കാളി ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കാണാണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ നെയ്യിൽ അങ്ങനെ ഉണ്ടാക്കലില്ല. അപ്പോൾ തക്കാളിയും ഉള്ളിട്ട് കൊടുത്തിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരു 2-3 വിസിലടിച്ചാൽ മസാല പെട്ടെന്ന് റെഡിയായി കിട്ടും. പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഇതാ 3 കൂടി ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ അതിൻ്റെ ഇടയിൽ കൂവവെള്ളം ഉണ്ടാക്കും നമ്മൾ നോമ്പ് തുറക്കണ നേരത്തെ. അപ്പോൾ അത് ഇതൊക്കെ അമ്മ ഗ്യാസ്മേൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇന്നിപ്പോൾ സമൂസക്കുള്ള മസാല ഇതൊക്കെ തലേന്ന് റെഡിയാക്കി വെച്ചതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഇനിയിപ്പോൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ സമൂസക്കുള്ള നമ്മളധികം സമൂസയാണ് കേട്ടോ ഉണ്ടാക്കൽ. അതാണ് എല്ലാവർക്കും ഇഷ്ടം, ഒരുപോലെ ഇഷ്ടമുള്ള ഒരു സംഭവം സമൂസയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ 2 ദിവസത്തിനുള്ളതാണ് മസാല കുറച്ച് അധികമാണ് ഉണ്ടാക്കി വെക്കുന്നത്. പിന്നെ അങ്ങനെ ഓരോ ദിവസവും മസാല ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ കുറച്ച് അധികമാണ്ട് റെഡിയാക്കി വെക്കും. അപ്പോൾ നമുക്ക് പണികളൊക്കെ എളുപ്പത്തിൽ തീർക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാ ഉള്ളിയും തക്കാളിയൊക്കെ ഇതാ നല്ലോണം വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയിട്ടുണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ടൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മളൊരു 5 മണിയൊക്കെ കഴിക്കണം കേട്ടോ അടുക്കളയ്ക്ക് വന്നപ്പോൾ. അപ്പോൾ ഇതാ 3 അടുപ്പത്തും ഓരോരോ സാധനങ്ങളാണ്. നമ്മൾ അങ്ങനെ കണ്ട് ചെയ്താലാണ് ഒരു പണി തന്നെ ഇരുന്നാൽ നമ്മളെ പണികളൊന്നും നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു പണിൻ്റെ ഇടയിൽ കൂടി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ വീഡിയോ അങ്ങനെ ആക്കി എടുക്കണില്ല എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മസാല ഇതാ ഏകദേശമൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കനൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിക്കന് നമ്മളെ എന്താ പറയുക സ്പ്രിംഗ് കോയിൻ്റെ ആ ഒരു ചിക്കനാണ് കേട്ടോ. അപ്പോൾ അത് നല്ല വേവാണല്ലോ. അപ്പോൾ നമ്മൾ പിന്നെ കുക്കറിൽ ഇതൊക്കെ മുളകും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടുകാണ്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഒരു 5-6 വിസിലൊക്കെ അടിക്കേണ്ടി വരും ഇത് വെന്ത് റെഡിയായി കിട്ടാൻ. പക്ഷെ ഇത് വെച്ചിട്ട് പിന്നെ ബിരിയാണി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണല്ലോ. അപ്പം ഇനി ഏതായാലും അതൊക്കെ ഒന്ന് അവിടെ വെന്ത് റെഡിയായി വരട്ടെ. ഇനിയിപ്പോൾ അത് സമോസൊക്കെ ഒന്നാണ്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഉള്ള ഐറ്റംസ് ആദ്യം തന്നെ അത് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ ഒരു സമാധാനമാണ്. കാരണം നമ്മൾ നോമ്പ് തുറക്കുന്ന ടൈമിൽ ഇങ്ങനെ പൊരിയും ജ്യൂസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ തറാവി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു 10 മണിക്കാണ് കേട്ടോ നമ്മളിങ്ങനെ ചായയും കടിയും കുടിക്കൽ. പത്തിരിയും ഇതൊക്കെ ആണെങ്കിലും അതൊക്കെ ആ ഒരു നേരത്താണ് പിന്നെ എല്ലാവരും കുടിക്കുക കേട്ടോ, മക്കൾ ഉൾപ്പെടെ ആ ഒരു നേരത്താണ്. കാരണം ഈ ഒരു പൊരിയും കാര്യങ്ങളൊക്കെ കഴിച്ചുമ്പോൾ തന്നെ വയറൊക്കെ ഫുള്ളായി. പിന്നെ തറാവിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് എല്ലാവരും കൂടി ഇരുന്നാണ്ട് കഴിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഇനി സമൂസൊക്കെ ഒന്നാണ്ട് ഫില്ലിംഗ് ആക്കി ഒന്ന് ചുറ്റി റെഡിയാക്കി എടുത്താട്ടെ. പിന്നെ ഈ ഒരു പരിപാടി എളുപ്പമുണ്ട്. ചുറ്റിയെടുത്ത് സമൂസ പൊരിച്ചെടുക്കാനും അധികം സമയം വേണ്ടല്ലോ, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഒരുപാട് പിന്നെ പൊരിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. എന്തെങ്കിലും ഒരു ഐറ്റം അല്ലെങ്കിൽ 2 ഐറ്റം. ഇന്നിപ്പോൾ സമൂസ മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഒരുപാടൊന്നും ഉണ്ടാക്കില്ല, നമ്മൾ കണക്കാക്കിയിട്ട് ആണ് സമൂസൊക്കെ റെഡിയാക്കി എടുക്കൽ. അങ്ങനെ പൊരിയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ ചോറിനുള്ള വെള്ളം ഞാനിതൊക്കെയാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ബാങ്കൊക്കെ ഏകദേശം കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട്, 6:15 ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബത്തക്ക ഇതാ ജ്യൂസ് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് കുടിക്കാനുള്ള വെള്ളം കൊടുത്തിട്ടുണ്ട്, ഈത്തപ്പഴം റെഡിയാക്കിയിട്ടുണ്ട്, പിന്നെ കൂവവെള്ളം, പിന്നെ പൊരിയും. ഇത്രയാണ് കേട്ടോ ഇന്നത്തേത്.
ഇന്ന് നോമ്പ് തുറക്കുമ്പോഴേക്ക് ഇത്രയാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ അരിയൊക്കെ ഒന്ന് കഴുകി പിന്നെ ഒന്ന് വെള്ളത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും പിന്നെ ബാങ്ക് കൊടുത്ത് നോമ്പ് തുറക്കാനും വേണ്ടി ഇരുന്ന്. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കലൊക്കെ കണ്ട് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇതൊക്കെയാണ് അരിയൊക്കെ ഒന്ന് വെന്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്നാണ്ട് ഊറ്റിയെടുത്തതിൻ്റെ ശേഷം വേണം നിസ്കരിക്കാൻ പോവാൻ. അപ്പോൾ നമ്മൾ ചോറൂറ്റലൊക്കെ കണ്ട് കഴിച്ചതിന് ശേഷം പിന്നെ മരുവിസ്കരിക്കാൻ പോയി. അത് അങ്ങനെ മരുവിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ബാക്കിയുള്ള പണികളൊക്കെ കണ്ട് തീർത്തത്. ഇതിപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ഒക്കെ റെഡിയാക്കി വെക്കായിരുന്നു. അപ്പോൾ ഈ ഒരു ചിക്കൻ ഇങ്ങോട്ട് വെന്ത് കിട്ടില്ല കേട്ടോ, നല്ല വേവുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു 4-5 വിസിൽ അടിച്ചതിന് ശേഷം കുക്കർ ഓപ്പൺ ആക്കി വെക്കുമ്പോൾ വെന്തിട്ടില്ലായിരുന്നു. പിന്നെ അത് അടുപ്പത്ത് വെച്ച് അപ്പോൾ അങ്ങനെ ആയിട്ട് ഒരുപാട് നേരം പിടിച്ചിട്ട്. നമ്മൾ സാധാ ബ്രോയിലർ ചിക്കൻ ആണെങ്കിൽ നമ്മൾ അതിൽ തന്നെ ഇട്ടാൽ പരിപാടി പെട്ടെന്ന് കഴിയും. ഇതിങ്ങോട്ട് ആയി കിട്ടിയില്ല. പിന്നെയാണ് മസാലയും കാര്യങ്ങളൊക്കെ ഇതാ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്കുള്ള പിന്നെ ബിരിയാണി മസാലയും മുളകും മഞ്ഞളും ഒക്കെ ഇട്ട് കണ്ട മസാല ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അത് അതിലേക്ക് തൈരൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചിക്കനൊന്ന് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ടേസ്റ്റാണ്. അതിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് വറ്റിച്ച് ഒന്ന് ഇങ്ങോട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണിക്കുള്ള മസാല ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ചിക്കന് അതിലേക്കൊന്നാണ്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. എല്ലാവർക്കും ഇപ്പോൾ കുക്കറിൽ ബിരിയാണി വെക്കണതും നല്ല നല്ല വെറൈറ്റി ബിരിയാണീസൊക്കെ വെക്കാൻ അറിയണതല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് കേട്ടോ. നമ്മൾ എല്ലാ കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളിച്ചിട്ട് കാണുന്ന ബിരിയാണിയില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി. അങ്ങനെ ഇതാ കുക്കർക്ക് തന്നെയാണ്ട് ചോറ് ഇട്ടുകാണ്ട് ദമ്മ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒന്നുമില്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബിരിയാണി ഉള്ളത് പറയാമല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം മുകളിൽ കുറച്ച് ചപ്പൊക്കെ ഒന്ന് ഇട്ടുകാണ്ട് ബിരിയാണി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു പണിൻ്റെ ഇടയിൽ ഞാൻ അതിൻ്റെ ഇടയിലുള്ള പാത്രവും കാര്യങ്ങളൊക്കെ ഒന്നാണ്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മൾ ചോറ് ഊറ്റിയ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടാ ക്ലീൻ ആക്കാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമ്മൾ നിസ്കരിക്കാൻ പോകണ മുന്നേ ഇതേപോലെ അവസ്ഥ ആക്കിക്കാണ്ടാണ് നിസ്കരിക്കാൻ പോയത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം. അപ്പം ഞാൻ ക്ലീൻ ആക്കുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ റാക്ക് തുടക്കലും ഗ്യാസ് അടുപ്പ് തുടക്കലും ടേബിൾ തുടക്കലും പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.